കേസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് യങ് പ്ലേയേഴ്സിൻ്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ ഒന്നാമത്തെ ഒരു താരം എന്ന് വെച്ചാൽ മലയാളി താരമായിട്ടുള്ള അർഷാഫാണ്. അദ്ദേഹം കാലിക്കറ്റ് എഫ് സിയിലായിരുന്നു കളിച്ചിരുന്നത്. കാലിക്കറ്റ് എഫ് സിയിൽ SLKയിൽ മികച്ച പെർഫോമൻസ് നടത്താനായിട്ട് ഈ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള താരത്തിന് സാധിച്ചു. എന്നാണെങ്കിലും 20 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരമായിട്ട് ഒരു 3 വർഷത്തെ കോൺട്രാക്റ്റിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം കൂടുതലും ഒരു പറഞ്ഞല്ലോ ഹോൾഡിംഗ് മിഡ്ഫീൽഡ്, ഒരു ഡിഫൻസ് മിഡ്ഫീൽഡ് അങ്ങനെ റോൾസിലൊക്കെയാണ് കളിച്ചിരുന്നത്. 53 ടാക്കിൾസ്, അതായത് SLKയിലെ കഴിഞ്ഞ സീസണിലെ മോസ്റ്റ് നമ്പർ ഓഫ് ടാക്കിൾസ് നടത്തിയിട്ടുള്ള ഒരു താരമാണ്. അതിനുശേഷം അദ്ദേഹം സന്തോഷ് ട്രോഫിയിലും കേരള ടീമിന് വേണ്ടി മികച്ച പ്രകടനം തന്നെ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രകടനങ്ങളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരത്തെ ടീമിലെത്തിക്കാനായിട്ട് കാരണമായത്. നമുക്കറിയാമല്ലോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം അവരുടെ CEO മന്തത്തമാനെ ആണെങ്കിലും റഷാദ് മൂസ എന്ന് പറയുന്ന അസിസ്റ്റന്റ് കോച്ചാണെങ്കിലും പ്രത്യേകിച്ച് മല്ലൂസിനൊക്കെ പിക്ക് ചെയ്യാനായിട്ടുള്ളൊരു പ്രത്യേക ഒരു എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മുൻകാലങ്ങളിൽ. അപ്പോൾ അങ്ങനെ SLKയിൽ ആ സീസൺ കളിച്ച് ഇനിയിപ്പോൾ ISLലേക്ക് വന്ന് ആ ഒരു രീതിയിൽ പെർഫോം ചെയ്യാനുള്ളൊരു താരമായിട്ട് മാറട്ടെ എന്ന് തന്നെ തീർച്ചയായിട്ടും അർഷാഫിൻ്റെ കാര്യത്തിൽ ആഗ്രഹിക്കുകയാണ്. സോ നമുക്ക് അടുത്ത് പറയേണ്ടത് മഹേഷൻ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചാബ് FC യുടെ 20 വയസ്സുകാരനായിട്ടുള്ള ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറാണ്. സെൻട്രൽ മിഡ്ഫീൽഡർ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇദ്ദേഹം മിനർവയുടെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആയിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ അണ്ടർ-20 ടീമിലൊക്കെ ഭാഗമായിരുന്നൊരു പ്ലെയറാണ്. ISLൽ എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് കണ്ടേ ആകെ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 29 മത്സരങ്ങളോളം അദ്ദേഹം I-ലീഗിൽ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു യങ് ഏജിൽ തന്നെ. മുമ്പ് എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് റൂമറൊക്കെ വന്നിട്ടുള്ളൊരു താരമായിരുന്നു ഈ മഹേഷൻ സിംഗ്. എന്നാണെങ്കിലും ഈ ഒരു താരത്തെ ഇപ്പോൾ സ്വന്തമാക്കുന്നത് ചെന്നൈയിൻ FC ആണ്. ചെന്നൈയിൻ FCയിൽ നമുക്കറിയാം ഹോൾഡിംഗ് ഇതിൽ കളിക്കാൻ പറ്റുന്ന മിഡ്ഫീൽഡേഴ്സ് വേറെ തന്നെയുണ്ട്. അപ്പം അവിടെ ഒരു ഇന്ത്യൻ സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ ഡെപ്ത്ത് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. ഈ രണ്ട് താരങ്ങളെപ്പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. പറഞ്ഞാൽ രണ്ടും ടോപ്പ് ടാലൻസ് ആണ്, യങ്സ്റ്റേഴ്സാണ്, കരിയറിൻ്റെ തുടക്കത്തിലാണുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കാൻ സാധിക്കും.